കുഞ്ഞുങ്ങളുടെ വളർച്ചയിൽ വളരെ പ്രധാനപ്പെട്ട കാലഘട്ടമാണ് 6 മാസം മുതൽ 2 വയസ്സ് വരെയുള്ളത്. ഈ സമയത്ത് ആരോഗ്യകരമായ ശരിയായ പോഷകാഹാരങ്ങൾ കുഞ്ഞുങ്ങൾക്ക് നൽകുവാൻ വേണ്ടി ശ്രദ്ധിക്കണം. 6 മാസത്തിന് ശേഷം 2 വയസ്സ് വരെ കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ നൽകുന്നത് തുടരാം. അതിന് പുറമേ നമ്മൾ നൽകുന്ന ആഹാരത്തിനെയാണ് കോംപ്ലിമെൻ്ററി ഫീഡിംഗ് എന്ന് പറയുന്നത്. 3-4 ദിവസത്തെ ഇടവേളയിൽ മാത്രം കുഞ്ഞുങ്ങൾക്ക് പുതിയ ആഹാരങ്ങൾ കൊടുത്തു തുടങ്ങണം. ഇത് കുഞ്ഞുങ്ങൾക്ക് അലർജി ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സഹായിക്കും. ഒരൊറ്റ ചേരുവ മാത്രമുള്ള പ്യൂരീസ് നൽകിയിട്ട് കോംപ്ലിമെൻ്ററി ഫീഡിംഗ് തുടങ്ങാവുന്നതാണ്. കുഞ്ഞിൻ്റെ ആഹാരത്തിൽ അധികമായി ഉപ്പോ പഞ്ചസാരയോ ചേർക്കേണ്ട ആവശ്യമില്ല. കുഞ്ഞിന് നമ്മൾ നൽകുന്ന ആഹാരത്തിൽ അടങ്ങിയിട്ടുള്ള നാച്ചുറൽ ഷുഗേഴ്സും സോൾട്സും തന്നെ മതിയാവും. പ്രോട്ടീൻ അടങ്ങിയ പച്ചക്കറികൾ, ഫ്രൂട്ട്സ്, ധാന്യങ്ങൾ എന്നിവ ഭക്ഷണത്തിൽ പരിചയപ്പെടുത്തുക. 6 മാസത്തിനും 9 മാസത്തിനും ഇടയിൽ കുഞ്ഞിന് സോളിഡ് ഭക്ഷണങ്ങൾ പരിചയപ്പെടുത്താം. പഴങ്ങളും പച്ചക്കറികളും പ്യൂരികളുമാണ് ഈ ഘട്ടത്തിൽ നൽകേണ്ടത്. കുറുക്ക് രൂപത്തിലുള്ള ആഹാരത്തിന് പുറമെ കൈകൊണ്ട് ഉടച്ചുകൊണ്ടുള്ള ആഹാരങ്ങളും കുഞ്ഞുങ്ങൾക്ക് നൽകാവുന്നതാണ്. 9 മാസം പ്രായമായി കഴിയുമ്പോൾ കുഞ്ഞിന് വെജിറ്റബിൾസും ഫ്രൂട്ട്സും മുട്ടയും ഫിഷും ഇറച്ചിയുമൊക്കെ അതത് കൺസിസ്റ്റൻസിയിൽ നൽകാവുന്നതാണ്. മുട്ടയുടെ മഞ്ഞയും അതിനുശേഷം വെള്ളയും നൽകാവുന്നതാണ്. ഇറച്ചിയും ഫിഷും സ്റ്റൂ ആയിട്ടോ അല്ലെങ്കിൽ കൈകൊണ്ട് ഉടച്ചോ ചെറുതായി നൽകാവുന്നതാണ്. 9 മാസം വരെയുള്ള ഒരു കുഞ്ഞിന് ഒരു ദിവസം ശരാശരി 3 തവണ ആഹാരം കൊടുക്കാവുന്നതാണ്. അത് ഒരു 250 ml ബൗളിലാണെങ്കിൽ പകുതിയോളം വരുന്ന ക്വാണ്ടിറ്റിയിൽ കൊടുക്കാവുന്നതാണ്. അതിന് പുറമെ കുഞ്ഞിന് 2 സ്നാക്സ്, വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയ 2 സ്നാക്സും അതിൻ്റെ കൂടെ ബ്രസ്റ്റ് ഫീഡിങ് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. 9 മാസം മുതൽ 2 വയസ്സ് വരെയുള്ള കുഞ്ഞിന് ഈ 250 ml ബൗളിൽ 3/4 അതിലധികമായോ ഭക്ഷണം കൊടുക്കാവുന്നതാണ്. 4 തവണ വരെ ആഹാരം കൊടുക്കാവുന്നതാണ്. അതിൻ്റെ കൂടെ സ്നാക്സും ബ്രസ്റ്റ് ഫീഡിങ്ങും ആവശ്യത്തിന് വെള്ളവും കണ്ടിന്യൂ ചെയ്യാം. ഭക്ഷണത്തിന് പുറമെ വൈറ്റമിൻ D3 ഡ്രോപ്സും അയൺ ആൻഡ് ഫോളിക് ആസിഡ് സിറപ്പും കൂടി കൊടുക്കാവുന്നതാണ്. സാധാരണയായി നമ്മുടെ നാട്ടിൽ റാഗിയോ ബനാന പൗഡറോ സൂചി ഗോതമ്പോ ഉപയോഗിച്ച് കുറുക്കുകൾ കൊടുത്തു തുടങ്ങാം. വെള്ളത്തിൽ ഉണ്ടാക്കുന്ന കുറുക്കിൽ പഞ്ചസാരയ്ക്ക് പകരം നല്ല ശർക്കരയോ പനങ്കൽക്കണ്ടമോ ആഡ് ചെയ്യാം. കുഞ്ഞുങ്ങൾക്ക് കുറുകിയിരിക്കുന്ന പരുവത്തിലാണ് നൽകേണ്ടത്. അധികം വെള്ളമോ അധികം കട്ടിയോ ആയ രൂപത്തിൽ കുറുക്കുകൾ കൊടുക്കരുത്. ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ച ആഹാരമോ ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്നതോ ബിസ്ക്കറ്റ്സോ ആയ ആഹാരങ്ങൾ കുഞ്ഞുങ്ങൾക്ക് നൽകാതിരിക്കുക. കുഞ്ഞുങ്ങളെ നിർബന്ധിച്ച് ഫോഴ്സ് ഫീഡിങ് ചെയ്യാതെ ടിവിയോ മൊബൈലോ കാണിക്കാതെ കുഞ്ഞുങ്ങളെ അറിഞ്ഞ് ആസ്വദിച്ച് ആഹാരം കഴിക്കുന്ന രീതി ശീലിപ്പിക്കുക.